ഇന്നലെ രാത്രിയാണ് രാഹുൽ മാങ്കൂട്ടം PV അൻവറുമായി കൂടിക്കാഴ്ച നടത്തിയത്. ഇതിനെതിരെയാണ് കോൺഗ്രസ് നേതാക്കൾ രംഗത്തെത്തിയിരിക്കുന്നത്. UDFന്റെയോ കോൺഗ്രസ് നേതൃത്വത്തിന്റെയോ അറിവോടെയല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ PV അൻവറിനെ കണ്ടതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. രാഹുൽ പോകാൻ പാടില്ലായിരുന്നുവെന്നും ചെയ്തത് തെറ്റാണെന്നും സതീശൻ കൂട്ടിച്ചേർത്തു. ഇനി അൻവറുമായി യാതൊരു ചർച്ചയില്ലെന്നും ആ വാതിൽ കൊട്ടിയടിച്ചെന്നും സതീശൻ പറഞ്ഞു. UDF നേതൃത്വത്തിന്റെയോ കോൺഗ്രസ് നേതൃത്വത്തിന്റെയോ അറിവോടുകൂടിയല്ല രാഹുൽ മാങ്കൂട്ടം സന്ദർശിച്ചിട്ടുള്ളത്. കാരണം UDFന്റെ തീരുമാനം ഇനിയൊരു ചർച്ചയും അദ്ദേഹമായിട്ട് ഇല്ല എന്നാണ്. കാരണം ഞങ്ങൾ യോഗം ചേർന്ന് ഞങ്ങളുടെ തീരുമാനം ഔദ്യോഗികമായി UDF കൺവീനർ അദ്ദേഹത്തെ അറിയിച്ചു. ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ പിന്തുണച്ചാൽ ആലോചിക്കാമെന്ന് പറഞ്ഞു. അദ്ദേഹം പിറ്റേ ദിവസം വന്ന് പഴയത് തന്നെ ആവർത്തിച്ചതുകൊണ്ട് ആ വാതിൽ ഞങ്ങൾ അടച്ചു. ചർച്ചയുടെ വാതിൽ ഞങ്ങൾ അടച്ചു. ഇനി ചർച്ചയില്ല. ഇനി ആരെങ്കിലും ഞങ്ങൾ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല. മാത്രമല്ല ജൂനിയർ ആയിട്ടുള്ള ഒരു MLA ആണോ ചുമതലപ്പെടുന്നത്? അദ്ദേഹം തന്നെ പോയതാണ്. അദ്ദേഹം പോയത് തെറ്റാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. പോകാൻ പാടില്ലായിരുന്നു. വിശദീകരണം ചോദിക്കേണ്ടത് ഞാനല്ല. പോകാൻ പാടില്ലായിരുന്നു. രാഹുലിന്റേത് വ്യക്തിപരമായ സന്ദർശനമാണെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് പ്രതികരിച്ചു. കൂടിക്കാഴ്ചയ്ക്ക് രാഹുലിനെ ആരും ചുമതലപ്പെടുത്തിയിട്ടില്ല. കോൺഗ്രസിന്റെ അറിവോടെയല്ല കൂടിക്കാഴ്ചയെന്നും അദ്ദേഹവും പ്രതികരിച്ചു. അൻവറുമായുള്ള കൂടിക്കാഴ്ചയിൽ വിശദീകരണവുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ രംഗത്തെത്തിയിരുന്നു. പിണറായി സത്തിനെതിരെ പോരാടിയതിന്റെ ട്രാക്ക് മറക്കരുതെന്ന് PV അൻവറിനോട് അഭ്യർത്ഥിച്ചതെന്നാണ് രാഹുലിന്റെ വിശദീകരണം. മത്സരിക്കുമെന്ന് PV അൻവർ വ്യക്തമാക്കിയതിനു പിന്നാലെ രാത്രി നടത്തിയ കൂടിക്കാഴ്ച കാലു പിടിക്കാനാണെന്നാണ് LDFന്റെ പരിഹാസം. PV അൻവറിന്റെ വീട്ടിലെത്തി രാഹുൽ മാങ്കൂട്ടത്തിൽ 1 മണിക്കൂറോളം ചർച്ച നടത്തിയതാണ് രാഷ്ട്രീയ വിവാദമായത്. UDFിലേക്കില്ലെന്ന് പ്രഖ്യാപിച്ച ശേഷം പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരെ രൂക്ഷ വിമർശനമാണ് അൻവർ നടത്തിയത്. രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയ കൂടിക്കാഴ്ചയ്ക്കെതിരെ യൂത്ത് കോൺഗ്രസിലും കടുത്ത അതൃപ്തിയാണ്. യൂത്ത് കോൺഗ്രസ് I വിഭാഗം നേതൃത്വത്തെ പരാതി അറിയിച്ചു. AICCക്ക് രേഖാമൂലം പരാതി നൽകാനും ഒരു വിഭാഗം ആലോചിക്കുന്നുണ്ട്. മലയാളം ന്യൂസ്, തിരുവനന്തപുരം. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം.